എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ യുവതിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല രംഗത്ത്. CIയെ ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും പിണറായി ഭരണത്തിൽ എന്തും ചെയ്യാമെന്ന അഹന്തയാണ് പോലീസിനെ നയിക്കുന്നത് എന്നും ചെന്നിത്തല വിമർശിച്ചു. പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ചെന്നിത്തല അഴിച്ചുവിട്ടത്. ആഭ്യന്തര വകുപ്പിൽ എന്തു നടന്നാലും ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ. പോലീസ് സ്റ്റേഷനിൽ നീതി തേടിയെത്തുന്ന സ്ത്രീകളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സ്വഭാവം പ്രാകൃത സമൂഹങ്ങളിൽ പോലും കാണാനാകില്ല. എന്തും ചെയ്യാമെന്ന അഹന്തയാണ് പിണറായി ഭരണത്തിൽ പോലീസിനുള്ളത്. CPIM നേതാക്കൾക്കാണ് സ്റ്റേഷനുകളിലെ നിയമനാധികാരം. ക്രിമിനലുകളെ കുത്തിനിറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതമാണ് ഇത് എന്നും ചെന്നിത്തല ആഞ്ഞടിച്ചു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2024 ജൂൺ 20 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ ഗർഭിണിയായ യുവതിയെയാണ് CI പ്രതാപചന്ദ്രൻ മർദ്ദിച്ചത്. യുവതിയുടെ മുഖത്തടിക്കുകയും നെഞ്ചിൽ പിടിച്ച് തള്ളുകയുമാണ് പ്രതാപചന്ദ്രൻ ചെയ്തത്. സംഭവത്തിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും സർക്കാരും പരാജയമാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ക്രിമിനലുകളായ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നും നീതി നടപ്പിലാക്കേണ്ട പോലീസ് ക്രൂരത കാണിക്കുന്നുവെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്നായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാർട്ടി സംരക്ഷണം ലഭിക്കുന്നുണ്ട്. സ്ത്രീകളെന്ന പരിഗണന പോലും നൽകാതെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. നീതിബോധമില്ലാതെ പോലീസുകാരെ മാറ്റുന്നത് രാഷ്ട്രീയ സംരക്ഷണം തന്നെയാണ് എന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വിവാദമുയർന്നതിന് പിന്നാലെ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP റവാഡ ചന്ദ്രശേഖർ അടിയന്തര റിപ്പോർട്ട് തേടിയെന്നാണ് വിവരം. ദക്ഷിണ മേഖല IG-യോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടി സ്വീകരിക്കുമെന്ന് DGP പറഞ്ഞു. എന്തായാലും വലിയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പ്രതിപക്ഷം ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത നിലപാടുകളുമായി രംഗത്തെത്തുകയാണ്.